ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. FB മേയർ, പ്രശസ്ത സുവിശേഷ പ്രസംഗകനായിരുന്ന FB മേയർ, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ, അതായത് 10-12 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവം, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്തതും വിശ്വാസത്തിൽ അദ്ദേഹത്തെ വളർത്തിയതും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന് അദ്ദേഹത്തെ ഉറപ്പിച്ചതുമായ ഒരു സംഭവമാണ്. ആ സംഭവം ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് വായിച്ചത്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ചില ചട്ടമ്പികളായ കുട്ടികൾ, അതേ ക്ലാസ്സിൽ പഠിക്കുന്നവരോ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്നവരോ ആയ ചില കുട്ടികൾ, അങ്ങനെയാണല്ലോ ഇന്ന് നമുക്കറിയാം. സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ പഠനത്തോടുകൂടി അല്പം ഉഴപ്പുന്ന കുട്ടികളുണ്ട്, എന്നാൽ ഉഴപ്പാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികളുമുണ്ട്. അവർ എന്നും സ്കൂളിനും സ്കൂളിൻ്റെ സൽപ്പേരിനും മാത്രമല്ല, പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്കും എന്നും അവരൊരു വെല്ലുവിളിയാണ്, അവർ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഈ FB മേയർ കുട്ടിയായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം ചട്ടമ്പികളായ കുട്ടികൾ ഈ FB മേയറുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോറിൻ സ്റ്റാമ്പുകൾ കൊണ്ടുതരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കും, ഭീഷണിപ്പെടുത്തി. ശാന്തനും സൽസ്വഭാവിയുമായിരുന്ന FB മേയർ അദ്ദേഹം വരണ്ടുപോയി, പേടിച്ചുപോയി. അദ്ദേഹം സങ്കടമായി. അദ്ദേഹം അറിയാവുന്നവരോടൊക്കെ അന്വേഷിച്ചു, സ്റ്റാമ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ. ഫോറിൻ സ്റ്റാമ്പ് കിട്ടുക അത്ര എളുപ്പമല്ല. അദ്ദേഹം വീട്ടിൽ ചെന്നു. വൈകിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് നാളത്തേക്ക് കുറച്ച് സ്റ്റാമ്പ് തരണേ. എൻ്റെ മേശപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ കുറച്ച് സ്റ്റാമ്പ് രാത്രി അവിടുന്ന് കൊണ്ട് ഇടണമേ. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. രാവിലെ നോക്കിയപ്പോൾ മേശപ്പുറത്ത് സ്റ്റാമ്പേ ഇല്ല. FB മേയർക്ക് അല്പം സങ്കടം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേട്ടില്ലല്ലോ, കൊച്ചുകുട്ടിയാണ്. എൻ്റെ യേശു പ്രാർത്ഥന കേട്ടില്ലല്ലോ. അദ്ദേഹത്തിന് സ്കൂളിൽ പോകണമെന്നുണ്ട്, പക്ഷേ ഈ ചട്ടമ്പിള്ളായ കുട്ടികൾ അവനെ ഉപദ്രവിക്കുമോ, അവൻ പേടിച്ച് പോകാൻ ഡ്രസ്സൊക്കെ ഇട്ടു. പക്ഷെ പോകാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാന കൈക്കെന്നോണം അവൻ്റെ പ്രിയപ്പെട്ട പപ്പയോട് ചോദിച്ചു, പപ്പ, ഈ ഫോറിൻ സ്റ്റാമ്പിനെ കുറിച്ച് പപ്പയ്ക്ക് അറിയാമോ, അത് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പോൾ പപ്പ പറഞ്ഞു, മോനെ, ഫോറിൻ സ്റ്റാമ്പ് കിട്ടുക അത്ര എളുപ്പമല്ല. അതിനുശേഷം പെട്ടെന്ന് ഓർത്തതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് പറഞ്ഞു, മോനെ, ഇന്നലെ വൈകിട്ട് ഒരാൾ എനിക്ക് കുറച്ച് സ്റ്റാമ്പ് തന്നു, ഫോറിൻ സ്റ്റാമ്പാണെന്ന് പറഞ്ഞ്, വെറുതെ ഗിഫ്റ്റായിട്ട് തന്നതാണ്. അത് ഞാൻ ആ കോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, നീ എടുത്തുകൊള്ളാൻ പറഞ്ഞു. FB മേയർ അവിടെ നിന്നുകൊണ്ട് ആ കൊച്ചുകുട്ടി ദൈവത്തെ സ്തുതിച്ചു. കാരണം അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആയിരിക്കണമെന്നില്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, എങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കും. FB മേയർ ആഗ്രഹിച്ചത് രാത്രി പ്രാർത്ഥിച്ചു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഡൈനിങ് ടേബിളിൽ കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് കിടക്കണം. അതായിരുന്നു അവൻ്റെ ചിന്തയും ആഗ്രഹവും. പക്ഷെ ദൈവം അങ്ങനെയല്ല മറുപടി കൊടുത്തത്, മറിച്ച് അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് എളിമയോട് ചോദിക്കുവാനും, അങ്ങനെ ആ പിതാവിലൂടെ മറ്റൊരാൾ പിതാവിന് കൊടുത്ത സ്റ്റാമ്പിലൂടെ FB മേയറുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും അത് അദ്ദേഹത്തെ ബലപ്പെടുത്തിയെന്നും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചുവെന്നും തുറന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായി തീർന്നുവെന്നും ഞാൻ വായിക്കാനിടയായി. എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളിൽ എത്ര പേർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയത്തിന്? ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ദൈവം നമുക്ക് മറുപടി തരുന്നത്. ദൈവത്തിൻ്റെ വഴിക്ക് നമ്മെ തന്നെ താഴ്ത്തുക, അതാണ് വിജയകരമായ ഒരു വിശ്വാസ ജീവിതം. ഞാൻ ചോദിച്ചതുപോലെ കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ല, അങ്ങനെ പറഞ്ഞ് ദൈവത്തെ പഴി പറയുകയല്ല. വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് തരും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പൻ പ്രാർത്ഥന കേൾക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ അപ്പൻ പ്രാർത്ഥന കേൾക്കും. ഈ ദൈവത്തെ അപ്പ എന്ന് കണ്ടുകൊണ്ട് ആ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരണം. ഏതാണ് ആ ബന്ധം നമുക്ക് തരുന്ന ആ ഒരു സമർപ്പണം? അതാണ് മാനസാന്തരം. രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്നീ അനുഭവങ്ങളാണ് നിത്യനായ ദൈവവുമായി വ്യക്തിപരമായ ബന്ധവും ദൈവത്തെ രക്ഷിതാവും കർത്താവും
സ്വന്തം അപ്പനുമായി സ്വീകരിക്കുന്ന അനുഭവം അതാണ്. നാം സന്തോഷത്തെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ഈ അനുഭവം നമുക്ക് സന്തോഷം തരും, സ്വർഗത്തിലും സന്തോഷം കൊടുക്കുമെന്ന് തിരുവചനം പറയുന്നു. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം അത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. യേശു തന്നെ പറഞ്ഞതാണ്. മാനസാന്തരപ്പെടുന്നവരെക്കുറിച്ച് ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. എന്നാൽ 15-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നല്ല, അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് മാനസാന്തരപ്പെടുമ്പോൾ, ഞാൻ അല്പം കൂടി ലളിതമായി പറയാം, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായുകൊണ്ട് ഏറ്റുപറയുകയും പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയരെ, രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുതരും. നിങ്ങൾക്ക് മാത്രമല്ല, സ്വർഗത്തിൽ വലിയ സന്തോഷം, ദൈവദൂതന്മാരുടെ ഇടയിൽ വലിയൊരു സന്തോഷം. സ്വർഗം സന്തോഷിച്ചിരിക്കുമ്പോൾ, ദൈവദൂതന്മാർ ആനന്ദിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ പകർന്നു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുവരെ മാനസാന്തരപ്പെട്ടവരാരെങ്കിലും, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാത്തവർ ആരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് ആ ദിവസമാകട്ടെ പ്രിയരെ, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലുതും ഏറ്റവും നല്ലതുമായൊരു തീരുമാനം. നമ്മിൽ പലരും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ചിലപ്പോൾ നല്ല തീരുമാനങ്ങൾ, ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ലതും ഏറ്റവും വലുതും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു തീരുമാനമായിരിക്കും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സന്തോഷം കർത്താവിന് സ്തോത്രം. 19-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുവിന് വേണ്ടി ജീവിതം പറഞ്ഞിരിക്കാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. എൻ്റെ യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു അടക്കപ്പെട്ടവനായി 3 ദിവസം കല്ലറയിൽ കിടന്നുവെന്നും എന്നാൽ 3-ാം നാൾ കല്ലറകളെ തട്ടി തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു, പിതാവാം ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുകയും ചെയ്യുവാനിടയായി. രാവും പകലും പോലെയുള്ളൊരു മാറ്റം, ഒരു വലിയ സന്തോഷം എനിക്ക് കർത്താവ് തന്നു. നിരാശ മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ, ഭാവി ഇരുളടഞ്ഞ് കൂമ്പടഞ്ഞിരുന്ന എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ നറുനാമ്പ് വിരിയിച്ചു തന്നൊരു യേശുവുണ്ട്. സന്തോഷം കൊണ്ട് എന്നെ നിറച്ചൊരു യേശുവുണ്ട്. 19-ാമത്തെ വയസ്സിൽ ലഭിച്ച സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ 55-ാമത്തെ വയസ്സിലും നിങ്ങളുടെ മുമ്പാകെ നിന്ന് സന്തോഷത്തോടെ എൻ്റെ കർത്താവിനെ ഉയർത്തുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഈ മാനസാന്തരം നഷ്ടപ്പെടുത്തരുത്. ഈ മാനസാന്തരം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ, ഏത് മേഖലകളിലും ഈ സന്തോഷവും സമാധാനവും ഈ വ്യത്യസ്തതയും ദൈവം നിങ്ങൾക്ക് തരും. മറ്റുള്ളവരെക്കാൾ സംതിങ് സ്പെഷ്യൽ, എന്തോ കാര്യത്തിലൊക്കെ വ്യത്യസ്തതയുള്ള ഒരാളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പോലും കണ്ടെത്തുവാൻ, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകും. നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ? കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. സ്തോത്രം. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും, അധിക സന്തോഷമുണ്ടാകും. സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടായാൽ ആ സന്തോഷം ഭൂമിയിലേക്ക് പകരപ്പെടും. മാനസാന്തരപ്പെടുന്ന വ്യക്തിയുടെ മേൽ, അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആ സന്തോഷം കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും. നിങ്ങൾക്ക് ഈ ഭാഗ്യം വേണമോ പ്രിയരെ? ഈ സൗഭാഗ്യം വേണമോ? ഈ മഹാഭാഗ്യം വേണമോ? ഈ അസുലഭമായ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാവുന്ന സുപ്രസാദകാലം നിങ്ങളെ മാനസാന്തരത്തിലേക്കും യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാടി വിളിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കും. യേശുവേ, അവിടുന്ന് 2026 വർഷങ്ങൾക്ക് മുമ്പ്
ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടുന്ന് എൻ്റെ പാപങ്ങളും ശാപങ്ങളും കാൽവറിയിൽ വഹിച്ചു. ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റു. പിതാവാം ദൈവം അങ്ങേ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഥാ, എനിക്ക് രക്ഷ തരണമേ, എനിക്ക് പാപമോചനം തരണമേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ, എന്നെ അങ്ങയുടെ മകനാക്കണമേ. സ്വർഗത്തിൽ ജനിപ്പാൻ, സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുന്ന മഹാഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ജീവിതം സമർപ്പിക്കൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ സമർപ്പണം എടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്ത മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മാനസാന്തരത്തിലേക്ക് വരുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, അതിൻ്റെ സൗഭാഗ്യം തുറന്നുള്ള അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ അനുഭവിപ്പാനും നിത്യതയുടെ ഉറപ്പും അവകാശവും പ്രാപിപ്പാനും അവർക്ക് ഭാഗ്യം കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് കൂടെ ഇരിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കടബാധയിൽ ഇരിക്കുന്നവരെ വിടുവിക്കണമേ. കർത്താവെ, അവിടുത്തെ കര എല്ലാവരുടെ മേലും വരുവാനിടയാകട്ടെ. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളുമായി സംസാരിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ആകുലങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരോട് ഷെയർ ചെയ്താൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.